വരാൻ വൈകിയപ്പോ ഞങ്ങൾ വിഷമിച്ചു. ഞാൻ മര്യാദയ്ക്ക് നിങ്ങളുടെ ഞാൻ ചോദിച്ചു ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താ? ഇപ്പോഴും നിങ്ങളത് പറയുന്നില്ലല്ലോ. എന്നാ അത് പറ. അതാ നമുക്ക് കാര്യത്തിലേക്ക് വരാം. പറ എന്താണ് ശരിക്കും ആക്ച്വലി പ്രോബ്ലം? കമന്റ് ചെയ്യുന്ന ആളുകളുടെ പേഴ്സണൽ മെസ്സേജിൽ കയറി ചെന്ന് നമ്പർ ചോദിച്ച് ഒന്ന് ജസ്റ്റ് തോണ്ടുന്ന പരിപാടി ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട്. ശീലായിപ്പോയി, മാറ്റിക്കോളാം. മാറ്റണ്ട. എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യമില്ല മിസ്റ്റർ. താല്പര്യമില്ല. നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല. എന്താടാ കുട്ട? മോൻ പറയടാ. നീ പറയടാ മോനെ, നീ പറ. നിങ്ങൾ ആരെയായി പേടിപ്പിക്കുന്നത്? നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? അല്ല, സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടിയുണ്ടാവും. നിങ്ങൾ എല്ലാവരും കണ്ടു പഠിക്കുമല്ലേ? നിങ്ങൾ കോപ്പി അടിക്കാൻ വിളിക്കാനല്ലേ? അതുകൊണ്ടല്ലേ ബാക്കിയുള്ളവരെല്ലാവരെയും അനുകരിക്കുന്നത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ആരാ? വിമർശനാതീതം വല്ലതാണോ? നിങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന് വല്ല എഴുതി വെച്ചിട്ടുണ്ടോ എവിടെങ്കിലും? പോയി പോസിറ്റിവിറ്റി കണ്ടുപിടിച്ച് ജീവിക്കും. കുറ്റം പറയാം. അപ്പൊ താൻ നന്നാവും. നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി. എനിക്ക് ഗുണങ്ങൾ വരും. അല്ല, ഞങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളൊന്നും ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഗുണങ്ങളാ. ഞങ്ങൾക്ക് നിങ്ങളെ താങ്ങിയിട്ടുള്ള ഗുണം വേണ്ട. അതല്ലാന്ന് ഇതിങ്ങനെ പോയത് എവിടെ ചെന്ന് അവസാനിക്കുന്നതാണ് ഞാൻ നോക്കണേ. മോനെ എനിക്ക് നേരിട്ടൊന്ന് കണ്ടാ മതി. ഒരു ഉമ്മ തരാനാ. പൊറോട്ടർച്ചി തന്റെ വാപ്പാക്കാൻ. അയ്യോ വേണ്ട. നിങ്ങളെ പോലുള്ളവരെന്ന് കാണാൻ ഞങ്ങൾ അങ്ങനെ പുറകെ നടക്കുന്നവരല്ല. ഞാൻ അത്രക്കാരനല്ല സാർ, എന്നെങ്ങനെ കാണരുത്. ഒരു നിലപാട് പറയാനുള്ള തന്റെ ഇല്ലെങ്കിൽ പിന്നെ ഗുണ പണങ്ങോണ്ടിരുന്ന എന്തോ കാര്യമാണ്. കിട്ടി, പലിശ സഹിതം കിട്ടി. ജോലി എന്താ? ഇതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താന്ന് ഞാൻ ചോദിച്ചത്. എനിക്കിത് എന്നെ കിട്ടണം. മോൻ നന്മപരമല്ലേ? മോൻ പിന്നീട്ടോ മോൻ എപ്പോഴും നന്മപരമല്ലേ? സംസ്കാരമായിട്ട് മാത്രം സംസാരിക്കുന്ന ആള്. നീ ഒന്ന് പറയേ, എന്താ ഈ സിന്ധു നദീതര സംസ്കാരം? അത് സിന്ധു എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ച് നദി കുളിക്കാൻ ഇറങ്ങിയപ്പോ സംസ്കാരമില്ലാത്ത ആരോ തടഞ്ഞെന്നോ തല്ല എന്നോ. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളാണെങ്കിൽ നീയൊക്കെ കുക്കറി ഷോ ചെയ്യണം എന്ന് പറഞ്ഞത് ശരിയാ. സംസ്കാരം ഭയങ്കര സംസ്കാരമുള്ളവരാണ്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എന്നെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യണ്ടല്ലോ. എന്റെ ആരാധകനാണല്ലോ. അയ്യോ, അത്രയ്ക്ക് ഗതികേടില്ല മോനെ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. നമുക്ക് കാണാൻ ആലപ്പുഴയിൽ വരൂലേ? വിളിച്ചാ വരൂലേ? എവിടെ? നമുക്ക് ചായ കുടിക്കാൻ ഒരുമിച്ച്. മോൻ നമ്മള് പറഞ്ഞ സ്ഥലത്തേക്ക് വാ, വയറ് നിറച്ച് പൊറോട്ട ഇറച്ചി മേടിച്ച. ഞാൻ അത്രക്കാരൻ നിങ്ങളുടെ കോമഡിക്ക് നിങ്ങൾ തന്നെ ചിരിക്കത്തുള്ളൂ, വേറെ ആരും ചിരിക്കുന്നില്ല. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ഞാൻ തകർന്ന് തരിപ്പണമായി പോയാ. അയ്യോ, തൊലിക്കെട്ടിയുള്ള ഒരു തകരുവോ? നിന്റെ തൊലിക്കെട്ട് സമ്മതിച്ചിരിക്കുന്നു. 10 പൈസ ഉണ്ടാക്കാൻ നോക്കടാ. പിന്നെ എന്റെ വീട്ടിൽ നീയാണോടാ ചെലവിന് കൊടുക്കുന്നത്? ഇത്രയും മതിയോ? അതാ ഇനിയും വേണോ? മതി. ഞാൻ പോട്ടെ.